മിഥുനൻ രാശിക്കാരായ മകീരമര, തിരുവാതിര, പുണർദമുക്കാൽ ചേരുന്ന നക്ഷത്രക്കാരുടെ 2026 വിഷുഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ 14 മുതൽ മേടം 1 മുതൽ ഒരു വർഷത്തെ വിഷുഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സൂര്യൻ ഉച്ചരാശിയായ മേടൻ രാശിയിലാണ് വിഷു സമയത്ത്. വ്യാഴം മിഥുനൻ രാശിയിലാണ്, നിങ്ങളുടെ രാശിയിലാണ്. ജൂൺ 2 മുതൽ വ്യാഴം കർക്കിടക രാശിയിലേക്ക് രാശി മാറുമ്പോൾ നിങ്ങളുടെ രണ്ടാം ഭാവം പറഞ്ഞാൽ ധനഭാവത്തിലേക്ക് മാറും വ്യാഴം. വിഷുഫലം 2026 നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ രാജയോഗങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കിട്ടുന്ന വർഷമായിരിക്കും. ധനം, ഐശ്വര്യം, ഭാഗ്യം ഇവയുടെയൊക്കെ ഗ്രഹമായ വ്യാഴം വർഷം മുഴുവനും നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലാണ്. അതുകൊണ്ട് തടസ്സങ്ങളെ, പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് ജീവിത വിജയം നേടാൻ പറ്റും. ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. കടബാധ്യതകൾ കുറയും. കുടുംബത്ത് സമാധാനവും ഐക്യവും നിലനിൽക്കും. ജോലിയിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ മാറി പുതിയ തൊഴിലവസരങ്ങൾ കിട്ടും. അതുപോലെ പുതിയ ജോലിക്കൊക്കെ അനുകൂലമാണ്. പ്രൊമോഷൻ കിട്ടാൻ, ട്രാൻസ്ഫർ കിട്ടാനൊക്കെ ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ്. പുതിയ സംരംഭം തുടങ്ങാൻ, അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും. പുതിയ ബിസിനസ് തുടങ്ങാൻ, അതുപോലെ ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. കുടുംബത്ത് ശുഭകാര്യങ്ങൾ നടക്കും. വിവാഹ ഭാഗ്യം, അതുപോലെ സന്താനങ്ങൾക്ക് ശുഭകാര്യങ്ങൾ നടക്കും. സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങളുണ്ടാകും. ആഗ്രഹങ്ങൾ നടക്കും. ശനിയുടെ ഒരു സമ്മിശ്ര ഫലമാണ് നിങ്ങൾക്ക് വർഷം മുഴുവനും കിട്ടുക. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും പെട്ടെന്ന് ചെയ്യാതെ ക്ഷമയോടുകൂടെ നല്ലപോലെ ആലോചിച്ച് മറ്റുള്ളവരോടൊക്കെ ചോദിച്ച് ചെയ്യുന്നത് കൊണ്ട്, അതുപോലെ അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതൊക്കെ ശുഭഫലം വർദ്ധിക്കും. വരുമാനവും ലാഭവും വർദ്ധിക്കും. ചിലവ് കുറയും ഈ വർഷം. അതുപോലെ കലാരംഗത്തെ, കായിക രംഗത്തെ, എഴുത്തുകാർക്ക്, പൊതുപ്രവർത്തന രംഗത്ത്, സോഷ്യൽ മീഡിയയിലുള്ളവർക്ക്, ക്രിയേറ്റീവ് മേഖലയിലുള്ളവർക്കൊക്കെ സാമ്പത്തിക നേട്ടങ്ങളും പേര്, പ്രശസ്തിയൊക്കെ ഉണ്ടാകും. എല്ലാ മേഖലയിലുള്ളവർക്കും കഠിന പ്രയത്നത്തിന്റെ ഫലം കിട്ടും. വീട് മാറാൻ, അതുപോലെ പുതിയ വീട് വെക്കാൻ, വസ്തു വാങ്ങാൻ, വിൽക്കാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിഷുഫലം നിങ്ങൾക്ക് കൂടുതലായിട്ട് പോസിറ്റീവ് ഫലങ്ങളും ഭാഗ്യവും അതുപോലെ സാമ്പത്തിക നേട്ടങ്ങളും കിട്ടുന്ന ഒരു വർഷമായിരിക്കും 2026. നിങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലും ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുന്നത്, അതുപോലെ ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭാഗ്യം വർദ്ധിക്കും. എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.